വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS +2 ഇംഗ്ലീഷിലെ 14ാമത്തെ അധ്യായമായിട്ടുള്ള ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കഥകളും കവിതകളുമൊക്കെ കേട്ട് പരിചിതരായ ആളുകളാണ്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് നമ്മളുടെ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. ഈ ഒരു കവിതയിൽ ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള ഈ ഒരു കവിതയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കവിതയാണ് ദ റോഡ് നോട്ട് ടേക്കൺ. ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട വഴികളെക്കുറിച്ചാണ് ഈ കവിതയിൽ കവി പ്രതിപാദിക്കുന്നത്. കവിതയിലെ റോഡ് നമ്മുടെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. കവിതയിലെ റോഡ് എന്ന വാക്ക് നമ്മുടെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കവി ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വഴി രണ്ടായി പിരിയുന്ന ഭാഗത്തെത്തി, ഒരു ജംഗ്ഷൻ എത്തി എന്നുള്ളതാണ് അർത്ഥം. രണ്ട് വഴിയും കാഴ്ചയ്ക്ക് ഒരുപോലെ ആയിരുന്നു. കവി അതിൽ ഒരു വഴി തിരഞ്ഞെടുക്കുകയും രണ്ടാമത്തെ വഴി പിന്നീടൊരിക്കൽ പോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. മുന്നോട്ട് പോകും തോറും വഴികൾ പലതായി വേർതിരിഞ്ഞു പോവുകയുണ്ടായി. അതുകൊണ്ട് പോയ വഴി തന്നെ വരാനാവില്ലെന്ന് കവി മനസ്സിലാക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരിക്കൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻസ് ഒരിക്കലും മാറ്റുവാൻ സാധിക്കുകയില്ല. നമ്മുടെ തീരുമാനങ്ങൾ ബുദ്ധിപൂർവം ആലോചിച്ച് എടുക്കേണ്ടതാണെന്നും അതാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നതുമാണ് ഈ കവിതയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിതയുടെ സന്ദേശം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കവിതയിൽ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായ ബോധമുള്ള ആളുകളാവണം. കാരണം ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, നമുക്കുണ്ടാകുന്ന ഓരോ തീരുമാനങ്ങളും നമ്മുടെ ഭാവിയാണ് നിർണ്ണയിക്കുന്നത്. അവിടെ നിന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ബുദ്ധിപൂർവം ആയിരിക്കണമെന്ന് എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ കവിത വളരെ മനോഹരമായിട്ടുള്ള നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു കവിതയാണ്. ഈ കവിതയിൽ ഉടനീളം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമുക്ക് ബുദ്ധിപൂർവം കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭാവി പടുത്തുയർത്താം. അവിടെയാണ് ഈ ഒരു കവിതയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കവി അദ്ദേഹത്തിൻ്റെ വശ്യ സുന്ദരമായ കാവ്യ ശൈലിയിലൂടെയാണ് കവിത രചിച്ചിട്ടുള്ളത്. ആദ്യമായി നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ആരായിരുന്നു കവി എന്ന് നോക്കാം. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കവി 1874 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം മരണപ്പെടുന്നത് 1963. ഹി വാസ് ആൻ അമേരിക്കൻ പോയറ്റ്. അദ്ദേഹം ഒരു അമേരിക്കൻ കവിയാണ്. നോൺ ഫോർ ദ റിയലിസ്റ്റിക് ഡിപ്പിറ്റേഷൻ ഓഫ് റൂറൽ ലൈഫ് ആൻഡ് ഹിസ് കമാൻഡ് ഓഫ് അമേരിക്കൻ കൊളീക്യൽ സ്പീച്ച്. അദ്ദേഹം ഒരു ഗ്രാമീണ യഥാർത്ഥ രീതിയിലുള്ള കവിതയാണ് രചിച്ചിട്ടുള്ളത്. ഒരു ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് കവിതകൾ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഓഫൺ എക്സ്പ്ലോർഡ് കോംപ്ലക്സ് സോഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ തീംസ്. പലപ്പോഴും ഫിലോസഫിക്കലായിട്ടും സാമൂഹികപരമായിട്ടുമൊക്കെ ബന്ധമുള്ള വർക്കുകളായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഫൺ സെറ്റ് അഗൈൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദ ന്യൂ ഇംഗ്ലണ്ട് കൺട്രിസൈഡ്. ഇംഗ്ലണ്ടിലെ വ്യത്യസ്തമായിട്ടുള്ള ചേരി പ്രദേശങ്ങളിലെ അവിടുത്തെ പാവപ്പെട്ടവരുടെ ജീവിതങ്ങളൊക്കെ എടുത്തു കാണിക്കുന്ന ഒരു കഥകളും കവിതകളൊക്കെ രചിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മളുടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ കുറിച്ചാണ്. എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, വൈ ഡസ് ദ പോയറ്റ് കാൾ ദ വുഡ് യെല്ലോ വുഡ്? അല്ലേ, മരത്തെ എന്തുകൊണ്ടാണ് യെല്ലോ വുഡ് എന്ന് പറയാനുള്ള കാരണം? നമുക്കറിയാം, ദ പോയറ്റ് കാൾ ദ വുഡ് യെല്ലോ വുഡ് ബിക്കോസ് ദ ലീവ്സ് ഓഫ് ട്രീസ് വെർ യെല്ലോ ഓൺ അക്കൗണ്ട് ഓഫ് ദ ഓട്ടമൻ സീസൺ. അല്ലെ, ഓട്ടമൻ സീസണിൽ അത് പലപ്പോഴും യെല്ലോ കളറിലായിരിക്കും ഉണ്ടാവാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ഇസ് ദ ട്രാവലർ? ആരാണ് ഇതിൽ യാത്രക്കാരൻ എന്ന് പറയുന്നത്? ദ പോയറ്റ്. അല്ലേ, അദ്ദേഹം പോയറ്റ് തന്നെയാണ്. പോയറ്റിനെ കുറിച്ച് ട്രാവലർ എന്ന് പറയുന്നത്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡസ് ദ പോയിറ്റ് ഫീൽ സോറി? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദ പോയിറ്റ് ഫീൽ സോറി ബിക്കോസ് ഹി ക്യാൻ ട്രാവൽ ബോത്ത് ദ റോഡ്സ്. അതുപോലെ ഹൗ ഡിഡ് ദ റോഡ്സ് ലുക്ക് ലൈക്ക്? the roads were diverging in allowed. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ, ഈ ഒരു പോയത്തിലൂടെ പഠിക്കാനുള്ളത്. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ഒക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.